നമസ്കാരം. മാൾട്ട വാർത്തകളിലേക്ക് സ്വാഗതം. മാൾട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തുവരികയാണ്. മാൾട്ടയെ ഞെട്ടിച്ച് യൂറോപ്യൻ യൂണിയന്റെ ഏറ്റവും പുതിയ അഴിമതി സർവേ റിപ്പോർട്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകമായി സ്പെഷ്യൽ യൂറോ ബാരോമീറ്റർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കെട്ടിട നിർമ്മാണ അനുമതി നൽകുന്ന ഉദ്യോഗസ്ഥർക്കിടയിലെ അഴിമതിയുടെ കാര്യത്തിൽ മാൾട്ട യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒന്നാം സ്ഥാനത്തായാണ് ഇപ്പോൾ ഉള്ളത്. രാജ്യത്തെ 67% ആളുകളും ഈ മേഖലയിൽ അഴിമതി വ്യാപകമാണെന്ന് വിശ്വസിക്കുന്നുമുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയന്റെ ശരാശരിയേക്കാൾ കൃത്യം ഇരട്ടി വരും ഈ സംഖ്യ. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 9% വലിയ വർധനവാണ് ഈ മേഖലയിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ മേഖലയിൽ മാത്രമല്ല, പൊതു ടെൻഡറുകൾ നൽകുന്നതിലും ബിസിനസ് പെർമിറ്റുകൾ അനുവദിക്കുന്നതിലും വലിയ അഴിമതി നടക്കുന്നുണ്ടെന്നാണ് മാൾട്ടയിലെ പകുതിയിലധികം ജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. അഴിമതിയെക്കുറിച്ചുള്ള ഈ ആശങ്കകൾ പ്ലാനിംഗ് മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും നേരെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കോടതിയിൽ അഴിമതിയുണ്ടെന്ന് 31% പേരും പബ്ലിക് പ്രോസിക്യൂഷൻ സർവീസിൽ അഴിമതിയുണ്ടെന്ന് 34% പേരും വിശ്വസിക്കുന്നു. ഇത് യൂറോപ്യൻ ശരാശരിയുടെ ഇരട്ടിയിൽ അധികമാണ്. സാമൂഹിക സുരക്ഷാക്ഷേമ വകുപ്പുകളിലെ അവസ്ഥ ഇതിലും ഭയപ്പെടുന്നതാണെന്നും അവിടെ അഴിമതി വ്യാപകമാണെന്നും വിശ്വസിക്കുന്നത് 43% പേരാണ്. അതായത് യൂറോപ്യൻ ശരാശരിയുടെ 3 ഇരട്ടി. വിദ്യാഭ്യാസ മേഖലയും രാഷ്ട്രീയ പാർട്ടികളും പോലീസും കസ്റ്റംസും വരെ ഈ അവിശ്വാസത്തിന്റെ നിഴലാണ്. എന്നാൽ ഇത് കേവലം ഒരു ധാരണ മാത്രമല്ല. അഴിമതി നേരിട്ടനുഭവിച്ചവരുടെ കാര്യത്തിലും മാൾട്ട യൂറോപ്യൻ മുന്നിലാണെന്നാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയനിലെ കേവലം 5% പേർ മാത്രം കഴിഞ്ഞ 12 മാസത്തിനിടെ അഴിമതിക്ക് സാക്ഷ്യം വഹിച്ചപ്പോൾ മാൾട്ടയിൽ ഇത് 14%. എന്തായാലും മാൾട്ടയുടെ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ 4-ൽ ഒരാൾക്ക് കൈക്കൂലി വാങ്ങുന്ന ആരെങ്കിലും വ്യക്തിപരമായി അറിയാമെന്നും സർവേ വ്യക്തമാക്കുന്നു. പൊതുജനങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക രാഷ്ട്രീയവും ബിസിനസ്സും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ഇത്രയൊക്കെയായിട്ടും അഴിമതിക്കെതിരെയുള്ള അധികാരികളുടെ നടപടികൾ ജനങ്ങൾക്ക് ലേവലേശം വിശ്വാസമില്ല എന്നുള്ളതും സത്യം. 5-ൽ 4 പേരും വിശ്വസിക്കുന്നത് ഉയർന്ന